ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ്. നേരത്തെ നമ്മൾ നോക്കിയിരുന്നത് സ്റ്റേറ്റ് അതുപോലെ തന്നെ ലോ, ഇതിൻ്റെ രണ്ടിൻ്റെ ഡെഫിനിഷൻസ് ആയിരുന്നു. 12ഉം 13ഉം ആയിരുന്നു ആർട്ടിക്കിൾ നോക്കിയിരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആർട്ടിക്കിൾ 14 to 18, അതായത് ആദ്യത്തെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് റൈറ്റ് ടു ഇക്വാലിറ്റി ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിന് മുന്നേ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കണ്ടിട്ട് വേണം ഈ ക്ലാസ്സിലോട്ട് വരാൻ. കാരണം ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒരു കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ക്ലാസ് ആണ്. നമുക്ക് ഇനി അപ്കമിങ് ഡേയ്സിൽ നമ്മൾ ഓരോ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിട്ടായിരിക്കും നമ്മൾ ഫിനിഷ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സമയം എടുത്ത് തന്നെ നേരത്തെ ഉള്ള കണ്ടന്റ് കണ്ടാൽ മാത്രമേ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കണ്ടിന്യൂറ്റി എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. സോ മസ്റ്റായിട്ട് എന്ത് ചെയ്യുക, ഇതിന് മുമ്പേ ഉള്ള വീഡിയോസ് ഇവിടെ കാണാം. സോ വിൽ സ്റ്റാർട്ട് വിത്ത് റൈറ്റ് ടു ഇക്വാലിറ്റി. ആർട്ടിക്കിൾ 14 to 18, അതായത് ആർട്ടിക്കിൾ 14 to 18 ആണ് നമ്മൾ എന്ത് പറയുന്നത്, റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് പറയുന്നത്. ഇവിടെ വരുന്ന കൺസെപ്റ്റ് ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 14 പറയുന്നത് the state shall not deny to any person equality before law or the equal protection of laws within territory of India. അതായത് സ്റ്റേറ്റ് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു പേഴ്സണിന് ഇക്വാലിറ്റി ബിഫോർ ദ ലോ ഡിനൈ ചെയ്യാൻ പാടില്ല. അതായത് ലോയുടെ മുമ്പിൽ എല്ലാവരും ഈക്വൽ ആയിരിക്കണം. ഒന്നാമത്തെ കൺസെപ്റ്റ് പറയുന്നത് ഇക്വാലിറ്റി ബിഫോർ ലോ. അതായത് ഞാനൊരു തെറ്റ് ചെയ്താലും നിങ്ങളൊരു തെറ്റ് ചെയ്താലും അല്ലെങ്കിൽ വേറൊരാളത് ചെയ്യുവാണെങ്കിലും ഇൻ ഓൾ കണ്ടീഷൻ ഇവിടെ എന്തായിരിക്കണം, ഇക്വാലിറ്റി ബിഫോർ ലോ ഉണ്ടായിരിക്കണം. ലോ എന്ത് ചെയ്യണം, ഇവരെ എല്ലാവരെയും വളരെ ഈക്വൽ ആയിട്ടായിരിക്കണം ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കണ്ടീഷൻ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോസ്. ഒന്നാമത്തത് ഇക്വാലിറ്റി ബിഫോർ ലോ പറഞ്ഞു. ഇനി രണ്ടാമത് വരുന്നത് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ എല്ലാവർക്കും എന്ത് ചെയ്യണം, സെയിം ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ കിട്ടണം. അല്ലെങ്കിൽ ഒരു ലോ ഒരാളെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക, ആ കണ്ടീഷനിൽ നമുക്ക് എന്ത് വേണം, ഈ ഇക്വാലിറ്റി അല്ലെങ്കിൽ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റണം എന്നാണ് ആര് പറയുന്നത്, ആർട്ടിക്കിൾ 14 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് ഓരോന്നായിട്ട് ഡിഫൈൻ ചെയ്ത് പോവാം. ഒന്നാമത്തത് പേഴ്സൺ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, സ്റ്റേറ്റ് ഷാൾ നോട്ട് ഡിനൈ ടു എനി പേഴ്സൺ എന്നാണ് പറഞ്ഞത്. സ്റ്റേറ്റ് നമ്മൾ ഓൾറെഡി ആർട്ടിക്കിൾ 12 ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ആർട്ടിക്കിൾ ഈ 14 വരുന്നതാണ് പേഴ്സൺ. ആരാണ് ഇവിടെ പറഞ്ഞ പേഴ്സൺ? നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞായിരുന്നു, ഇവിടെ പേഴ്സൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇൻഡിവിജ്വൽ തന്നെ ആയിരിക്കാം, ചിലപ്പോൾ സിറ്റിസൺ ആയിരിക്കാം, ചിലപ്പോൾ എന്ത് ചെയ്യാം പുറത്തുനിന്നുള്ള അല്ലെങ്കിൽ നോൺ സിറ്റിസൺസ് ആയിരിക്കാം, ചിലപ്പോൾ അതൊരു ലീഗൽ പേഴ്സണോ ഒരു കമ്പനിയോ കോർപ്പറേഷനോ ആയിരിക്കാം. ഇവിടെ ആരാണെന്ന് നോക്കിയാൽ സ്റ്റേറ്റ് ആരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല, ലീഗൽ പേഴ്സൺസ് സച്ച് ആസ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ്, കമ്പനീസ്, രജിസ്റ്റേർഡ് സൊസൈറ്റീസ് ആൻഡ് എനി അതർ ടൈപ്പ് ഓഫ് ലീഗൽ പേഴ്സൺസ്. ഇവിടെ ആരുണ്ട്, എല്ലാ സിറ്റിസൺസും അല്ലെ എല്ലാ ഇൻഡിവിജ്വൽസും ഉണ്ട്, അതേ പ്ലസ് ലീഗൽ പേഴ്സൺസും ഉണ്ട്. ഇത് രണ്ടും കൂടി ഇൻവോൾവ് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 14 പറയുന്ന കൺസെപ്റ്റ്. അതായത് ആർട്ടിക്കിൾ 14 വളരെ ബേസിക് ആയിട്ടുള്ള ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് തന്നെ ഇതാണ്. അപ്പം ആർട്ടിക്കിൾ 14 കണ്ടിന്യൂഷൻ വായിച്ചു നോക്കിയേ. ഇപ്പൊ നോക്കിയാൽ ഒന്നാമത്തെ കൺസെപ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞു. ഇപ്പൊ നമ്മൾ പേഴ്സൺ പറഞ്ഞു, ഇതാരൊക്കെയാണ്, ഇൻഡിവിജ്വൽസ് ഉണ്ട്, അതുപോലെ തന്നെ കമ്പനീസ്, കോർപ്പറേഷൻസ് പോലത്തുള്ള ഐഡിയാസും ഉണ്ട്. ഇനി രണ്ടാമത്തെ ഐഡിയ ഇക്വാലിറ്റി ബിഫോർ ലോ. നേരത്തെ നമ്മൾ ലോ പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞത് ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ആയിരുന്നു. അതിനകത്ത് രണ്ടാമത്തെ കൺസെപ്റ്റ് ആണ് ഇക്വാലിറ്റി ബിഫോർ ലോ. ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഈ ഇക്വാലിറ്റി ബിഫോർ ലോ നോക്കിയേ, ഇവിടുത്തെ ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കൺസെപ്റ്റ് ആണ്. അതായത് ലോയുടെ മുമ്പിൽ എല്ലാവരും എന്താണ്, സെയിം ആണ്. അതായത് സെയിം ലോ വിൽ ബി ആപ്ലിക്കബിൾ ഫോർ എവറി ഇൻഡിവിജ്വൽ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വളരെ റിച്ച് ആയിട്ടുള്ള, കൺസിഡർ റിലയൻസ് അല്ലെങ്കിൽ അംബാനി എടുക്കുക. അംബാനി ചെയ്തൊരു ക്രൈമിനും ഞാൻ ചെയ്യുന്നൊരു ക്രൈമിനും എന്ത് വേണം, സെയിം പണിഷ്മെന്റ് കിട്ടണം. പണിഷ്മെന്റ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അതായത് ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് നമ്മൾ വിളിക്കുക. ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് നമ്മൾ വിളിക്കുക. ഇനി രണ്ടാമത്തെ നോക്കിയാൽ അതിന്റെ കൂട്ടത്തിലുള്ള ആർട്ടിക്കിൾ 14 തന്നെ ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ എന്താണ്, ഈക്വൽ ട്രീറ്റ്മെന്റ് അണ്ടർ ഈക്വൽ സർക്കംസ്റ്റാൻസസ്. എല്ലാവരും എന്ത് ചെയ്യണം, ഈക്വൽ ആയിട്ടായിരിക്കണം ട്രീറ്റ് ചെയ്യേണ്ടത്. ഈക്വൽ ട്രീറ്റ്മെന്റ് അണ്ടർ ഈക്വൽ സർക്കംസ്റ്റാൻസസ്. ഈ ഈക്വൽ ട്രീറ്റ്മെന്റ് അണ്ടർ ഈക്വൽ സർക്കംസ്റ്റാൻസസ് എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല, ഇവിടെ എന്തുണ്ടായിരിക്കണം, ഒരു സെയിം കണ്ടീഷനിൽ നിൽക്കുന്ന എല്ലാവരെയും സെയിം ട്രീറ്റ്മെന്റ് കൊടുക്കണം. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞത് എല്ലാവരെയും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇവിടെ സെയിം കണ്ടീഷനും കൂടെ അല്ലെങ്കിൽ ഈക്വൽ സർക്കംസ്റ്റാൻസും കൂടെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് മോളിൽ പറഞ്ഞേക്കുന്നത് എന്താണ്, ഒരു നെഗറ്റീവ് കൺസെപ്റ്റാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനൊരു
കള്ളക്കേസിൽ പെട്ടു, അല്ലെ എന്നെ ഒരാൾ, ഞാൻ ഇന്നസെൻ്റ് ആയിട്ട് ഒരാളാണ്, പക്ഷേ കേസ് എടുത്തപ്പോൾ ഞാനാണ് കൺവിക്റ്റ് എന്ന് വിചാരിക്കാം. അതേസമയം അംബാനിയാണ് വേറൊരു ആളെന്ന് വിചാരിക്കുക, അല്ലെ അംബാനിയാണ് ഇതുപോലൊരു കള്ളക്കേസിൽ പെട്ടു എന്ന് വിചാരിക്കുക. ആരായിരിക്കും രക്ഷപ്പെടാൻ അവിടെ സ്കോപ്പ് ഉണ്ടാവുക? അംബാനിക്കായിരിക്കും. എന്തുകൊണ്ടാണ്? കാരണം ലോ എല്ലാവരെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഇനഫ് ഫണ്ട് ഉണ്ട്, ഒരു വക്കീലിനെ വെച്ച് വാദിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാദിക്കാം. എനിക്കും ബാധകമാണ്, അംബാനിക്കും ബാധകമാണ്. പക്ഷേ എനിക്ക് എന്തുണ്ടാവില്ല, ഒരു പാവപ്പെട്ട ഒരാൾക്ക് എന്തുണ്ടാവില്ല, അതിനുള്ള ഫണ്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും? അംബാനി മാത്രമേ ചിലപ്പോൾ രക്ഷപ്പെടുള്ളൂ. ഇതൊരു നെഗറ്റീവ് കൺസിഡറേഷൻ ആണ്. എല്ലാവരെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് അത്ര നല്ല കൺസെപ്റ്റ് അല്ല. കാരണം ഇന്ത്യ ഒരു ഇനീക്വൽ സൊസൈറ്റി ആണ്. എല്ലാവരെയും ഈക്വലായിട്ട് കാണാൻ പറ്റുന്ന ഒരു സൊസൈറ്റി അല്ല ഇന്ത്യ എന്ന് പറയുന്നത്. അതേസമയം രണ്ടാമത്തെ ചോദിക്കാം, ലാറ്റർ ഈസ് എ പോസിറ്റീവ് കൺസെപ്റ്റ്. ഇതെന്താണ്? ഒരു പോസിറ്റീവ് കൺസെപ്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനും പട്ടിണി കിടക്കുന്നു, അംബാനി പട്ടിണി കിടക്കുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വിചാരിക്കുക അപ്പോൾ ഒരു 5 കിലോ റൈസ് കൊടുക്കുന്നു എന്ന് വിചാരിക്കാം. ഒരു BPL കാറ്റഗറിയിലുള്ളവർക്ക് മാത്രമേ അതിന് എന്തുള്ളൂ, അവകാശമുള്ളൂ. വൈ? ബിക്കോസ് ഈക്വൽസ് വിൽ ബി ട്രീറ്റഡ് ഈക്വലി. അതായത് ഒരേ സർക്കംസ്റ്റാൻസിലുള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഗവൺമെന്റ് ബെനിഫിറ്റ് കൊടുക്കുള്ളൂ. ഇതുകൊണ്ട് ഈ രണ്ടാമത്തെ ആസ്പെക്ട് എന്താണ്? ഒരു പോസിറ്റീവ് കൺസിഡറേഷൻ ആണ്. ഒന്നാമത്തെ കുറച്ച് നെഗറ്റീവും രണ്ടാമത്തത് പോസിറ്റീവും ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്.